ഹലോ, ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. 2025 കേരള സംസ്ഥാന ഫിലിം അവാർഡുകൾ ഓഗസ്റ്റിൽ പ്രഖ്യാപിക്കും. 2025 എന്ന് പറഞ്ഞാൽ 2024 ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അന്ന് സെൻസർ ബോർഡിങ് അല്ലെങ്കിൽ സെൻസർ ചെയ്യപ്പെട്ട ചിത്രങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു കാര്യം മമ്മൂട്ടി എന്ന ഫാക്ടർ തന്നെയാണ്. ഇക്കുറിയും അദ്ദേഹം തന്നെ സംസ്ഥാന അവാർഡ് നേടും മികച്ച നടനുള്ളത് എന്നുള്ളതാണ് 99% ആളുകളുടെയും മനസ്സിലുള്ളത്. കാരണം കൊടുമൺ പോറ്റി അങ്ങനെ തന്നെയായിരുന്നു. ഇനി നമുക്ക് ആ സാധ്യത ലിസ്റ്റിലുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് കടന്നു വരാം. ഒന്ന്, മമ്മൂട്ടി തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കൊടുമൺ പോറ്റിയായി മമ്മൂട്ടി എത്തിയപ്പോൾ അത് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായി തന്നെ നിൽക്കുന്നു. മമ്മൂട്ടിയുടെ കരിയറിൽ പോലും ഏറ്റവും മികച്ച ഒരു ക്യാരക്ടറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതിനോടൊപ്പം തന്നെ പറയാൻ ഉറപ്പുള്ള രണ്ട് പേരുകൾ കൂടിയുണ്ട്: അർജുൻ അശോകനും സിദ്ധാർത്ഥ് ഭരതനും. ഇവരുടെ രണ്ടുപേരുടെയും കഥാപാത്രം അത്ര ഗംഭീരമായിരുന്നു ഭ്രമയുഗത്തിലെ. അതായത് മത്സരിച്ചുള്ള അഭിനയം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങനെ തന്നെയാണ്. പണ്ട് നമ്മൾ തിലകൻ, നെടുമുടി വേണു അങ്ങനെയുള്ളവരെല്ലാം കൂടെ മത്സരിച്ച ഓരോ സിനിമകൾ കാണുന്നത് പോലെ തന്നെ ഇവിടെ മമ്മൂട്ടിയും അർജുൻ അശോകനും സിദ്ധാർത്ഥ് ഭരതനും മത്സരിച്ചുള്ള ഒരു അഭിനയ മുഹൂർത്തം തന്നെ നമുക്ക് നൽകിയ ചിത്രമാണ് ഭ്രമയുഗം എന്ന് തന്നെ പറയാം. ഇവിടെ ഏറ്റവും മികച്ച നടൻ, അതായത് നായക നടനായതുകൊണ്ട് തന്നെ അത് മമ്മൂട്ടിക്ക് തന്നെയാണ് ഏറെ ചാൻസ്. ഇനിയും സപ്പോർട്ടിംഗ് ആക്ടേഴ്സിലെ മികച്ച നടന്മാർക്കുള്ള ഇതിന് വരാനുള്ള ചാൻസുകൾ ഇവർക്ക് രണ്ടു പേർക്കും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അടുത്തതായി ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പേര് ഫഹദ് ഫാസിലാണ്. അതായത് രംഗണ്ണനായിട്ട് നിറഞ്ഞാടിയപ്പോൾ അത് ഒരു ഒന്നൊന്നര വരവായിരുന്നു. മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളുടെ പട്ടികയിലേക്ക് സിനിമ എത്തുകയും ആളുകൾ വലിയ രീതിയിൽ അനുകരിക്കുകയും ചെയ്തു. ഡ മോനെ എന്നുള്ള ആ വിളിയും എല്ലാം, അതായത് മലയാളികൾ മാത്രമല്ല കേരളത്തിന് പുറത്തുമെല്ലാം അത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരുന്നു. മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു. അടുത്തതായി ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്നത് അല്ലെങ്കിൽ ആളുകൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു നടന് സംസ്ഥാന അവാർഡ് ലഭിക്കണം എന്നുള്ളതാണ്. അത് ആസിഫ് അലി തന്നെയാണ്. ആസിഫ് അലിയും വിജയരാഘവനും അമ്മാതിരി ഒരു അഭിനയമായിരുന്നു കിഷ്കിന്ധാകാന്ഡം എന്ന സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. പക്ഷേ എടുത്തു പറയാനുള്ള കാര്യങ്ങൾ എനിക്ക് എൻ്റെ വ്യൂവിൽ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, വിജയരാഘവൻ്റെ ഒരുപാട് സിനിമകൾ ഈ ഒരു മോഡലിൽ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ചേറാടിക്കറിയൊന്നും ഇതിൻ്റെ അല്ലെങ്കിൽ ആ ചേറാടിക്കറിയയുടെ മുകളിലേക്കൊന്നും ഇതിനകത്തിലെ ക്യാരക്ടർ പോയതായിട്ട് ഫീൽ വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഈ വർഷത്തെ മാത്രമാണ് നമ്മൾ നോക്കുമ്പോൾ മികച്ച രീതിയിലുള്ള ഒരു സ്ക്രീൻ പ്രസൻസും മികച്ച അഭിനയവുമായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. ആസിഫ് അലിയുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ആസിഫ് അലിയുടെയും മികച്ച ക്യാരക്ടർ തന്നെയായിരുന്നു. കരിയറിലെ തന്നെ മികച്ച പെർഫോമൻസ് തന്നെയാണ്. പക്ഷേ നമ്മളുടെ സീനിയർ താരങ്ങളെ വെച്ച് നോക്കുമ്പോൾ എടുത്തു പറയാനുള്ളത് മമ്മൂട്ടിയും മോഹൻലാൽ തുടങ്ങിയവരെല്ലാം ഇതേപോലെയുള്ള ക്യാരക്ടേഴ്സ് വർഷങ്ങൾക്ക് മുമ്പ് ഇതിലും മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഡിറ്റോ കഥാപാത്രങ്ങൾ അതിലും ഗംഭീരമായിട്ട് ഇവരൊക്കെ ചെയ്തിരുന്നതാണ്. അവരുടെ മിക്ക സിനിമകളിലും മികച്ച പ്രകടനങ്ങൾ ഈ പറയുന്ന താരങ്ങളെക്കാളുമൊക്കെ മുകളിലാണ് എന്നുള്ളതും മറക്കാൻ കഴിയില്ല എന്നുള്ളത് പറയാം. എന്നിരുന്നാലും ഈ വർഷത്തെ പ്രകടനത്തിൽ ഇവർ രണ്ടുപേരും മികച്ചു തന്നെ നിൽക്കുന്നു. ഇവിടെ പ്രധാന കഥാപാത്രം, പ്രധാന നായകൻ ആസിഫ് അലി ആയതുകൊണ്ട് മികച്ച നടനുള്ള ചാൻസ് ആസിഫ് അലിക്ക് നിൽക്കുന്നു. പിന്നീടുള്ളത് സഹനടനുള്ളതാണ്. അത് വിജയരാഘവന് കിട്ടാൻ ഏറെ ചാൻസുമാണ്. ഇനിയും മറ്റൊരു പേര് കേൾക്കുന്നത് ടോവിനോയുടെയാണ്. മണിയനായിട്ട് വന്നപ്പോൾ ആളുകൾ അത് വലിയ രീതിയിൽ ഹരം പിടിപ്പിക്കുന്ന ഒന്നായി മികച്ച രീതിയിൽ തന്നെയുള്ള പ്രകടനമായിരുന്നു. ഈ ലിസ്റ്റിൽ ഒരു ഓർഡർ നോക്കുകയാണെങ്കിൽ ഏറ്റവും ചാൻസ് അത് മമ്മൂട്ടിക്ക് തന്നെയാണ്. പിന്നീട് നമുക്ക് ഫഹദ് ഫാസിലിനാണ് മികച്ച നടനുള്ളത് ലഭിക്കാൻ ചാൻസ്. മൂന്നാമത് ആസിഫ് അലിയുണ്ട്, ടോവിനോ. ഈ ഓർഡർ തന്നെയാണ് എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്താം. ഇനി സഹനടന്മാർ എന്നുള്ള ലെവലിൽ വരികയാണെങ്കിൽ അർജുൻ അശോകനേക്കാൾ മുകളിൽ സിദ്ധാർത്ഥ് ഭരതനാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഈക്വൽ ചാൻസ് കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുന്ന വിജയരാഘവൻ ഒരുപക്ഷെ അത് കഴിഞ്ഞിട്ടേ ചാൻസുകൾ കാണുന്നുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും കാത്തിരിക്കാം. ഓഗസ്റ്റിലാണ് സിനിമയുടെ അല്ലെങ്കിൽ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഈ പറഞ്ഞ പോലെ സംസ്ഥാന അവാർഡുകൾ പ്രഖ്യാപിക്കാൻ പോകുന്നത്. നിങ്ങളുടെ മനസ്സിൽ ആർക്കായിരിക്കും ഈ ഒരു സംസ്ഥാന അവാർഡ് എന്നുള്ളത് പറയാം. എന്തായാലും മമ്മൂട്ടി മലയാളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരം അദ്ദേഹം വീണ്ടും നേടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കാരണം വേറെ തിരിമറികളൊന്നും നടന്നിട്ടില്ലെങ്കിൽ ഇവിടെ നടക്കില്ല എന്ന് ഉറപ്പാണ്. കാരണം അത്ര മികച്ച പ്രകടനം തന്നെയായിരുന്നു. കഴിഞ്ഞ വർഷവും അതിനു മുമ്പത്തെ വർഷവുമെല്ലാം മികച്ച നടനാകാൻ യോഗ്യനും ഏറ്റവും മികച്ച നടനും മമ്മൂട്ടി തന്നെയായിരുന്നു. നമുക്കറിയാം കഴിഞ്ഞ വർഷം അതിലെ അവാർഡ് ആടുജീവിതത്തിലെ പ്രകടനത്തിന് കൃത്യമായി പൃഥ്വിരാജിന് പോയെങ്കിലും കാതൽ തകോർ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂട്ടി അത് ഡിസർവ് ആയിരുന്നു എന്നറിയാം. പക്ഷേ ഒരുപക്ഷെ അതിന് തൊട്ടു മുമ്പുള്ള നൻപകൽ നേരത്തെ മയക്കത്തിലൂടെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് പിന്നീട് അത്ര പരിഗണന കൊടുക്കാതെ. പക്ഷേ ആ ഒരു കാര്യമല്ലെങ്കിൽ തീർച്ചയായും കൊടുമൺ പോറ്റിയെ വെല്ലാൻ കഴിഞ്ഞ 10, 15, 20 വർഷങ്ങൾക്കിടയിൽ ഒരു കഥാപാത്രവും മലയാളത്തിൽ പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്താം. എന്തായാലും കാത്തിരിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ ലാലേട്ടൻ്റെ ചിത്രങ്ങളും മത്സര വിഭാഗത്തിലുണ്ട്. പക്ഷേ അതിനൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാണുന്നില്ല. മമ്മൂക്കയുടെ സിനിമയ്ക്ക് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം അമ്മാതിരി കൊടൂര പെർഫോമൻസ് തന്നെയായിരുന്നു
പ്രേമയോഗം അത് സംശയങ്ങളില്ലാതെ എല്ലാവർക്കും പറയാവുന്നതാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം. ഒപ്പം ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാം, ഹൈപ്പും ചെയ്യാം. ഗ്രേറ്റ് മീഡിയാസ്.